മഹർഷി ചോദിച്ചതാണ്. രമണ മഹർഷി കേട്ടിട്ടില്ലേ തിരുവണ്ണാമല? നമസ്തേ. തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂര് നെല്ലങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഏകദേശം ഒരു 3.5 വർഷം മുൻപ്, അതായത് 2022 ഓഗസ്റ്റിലോ സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു, ഒരു തകർന്നു കിടക്കുന്ന, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രളയത്തിൽ തകർന്ന ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അനീത്തിയുടെ വീട് ഇവിടെയാണ്. അപ്പോൾ അവരെ വിളിച്ച് ചോദിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ അന്ന് വരുമ്പോൾ ശരിക്കൊരു മൺകൂനയും ആ ഒരു സോപാനത്തിൻ്റെ ഒരു ഭാഗവും പിന്നെ നമ്മുടെ വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠിച്ച പീഠവും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം 2 വർഷം മുമ്പ് 2024 ജനുവരിയിൽ ആ ഒരു ക്ഷേത്രത്തിൻ്റെ, അപ്പം അന്ന് നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ പറഞ്ഞു തന്നു ഇവിടെ ക്ഷേത്രത്തിനോട് ചേർന്ന് കിണറുണ്ടായിരുന്നു എന്നും വിഗ്രഹം തകർത്ത് കിണറിലിട്ട് മൂടി എന്നൊക്കെ അന്ന് പറഞ്ഞു തരുന്നവർ. അതിനുശേഷം 2024 ഞാൻ ഇവിടെ ഇവർ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ നമ്മൾ കിണർ കുത്തിയ കിണറിൽ നിന്ന് അന്നത്തെ പഴയ വിഗ്രഹത്തിൻ്റെ ഭാഗങ്ങളെ കണ്ടെടുത്തു. ആ കണ്ടെടുത്ത വിഗ്രഹത്തിൻ്റെ ഭാഗങ്ങളെല്ലാം ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുന്ന ഒരു ചടങ്ങുണ്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ അതും നമ്മൾ വന്ന് വീഡിയോ ചെയ്തു തന്നുണ്ടോ. അത് 2024 അത്. അപ്പോൾ ഏകദേശം 2 വർഷം മുൻപ് ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ച് വീഡിയോ ചെയ്തു തരുന്നുണ്ടോ. ഇന്ന് ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചതിൻ്റെ 2ാമത്തെ പ്രതിഷ്ഠാ ദിനമാണ്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് വന്നതിനേക്കാളും വളരെയധികം വ്യത്യാസം വന്നു. കുറേ ഭക്തജനങ്ങൾ വരുന്നുണ്ട്, എല്ലാവരുടെയും സഹകരണമുണ്ട്. ഇവിടെ ഇനി ഒരു ക്ഷേത്രം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പം നിലവിൽ ഉള്ള ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ കണ്ട ആ ഒരു ക്ഷേത്രത്തിൻ്റെ അവസ്ഥ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടത്തിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ബാലാലയ പ്രതിഷ്ഠ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് പഴയ ക്ഷേത്രം നിന്നിരുന്ന ഭാഗം കേട്ടോ. നമ്മൾ അന്ന് ഫസ്റ്റ് വരുമ്പോൾ ഈ ഒരു സോപാനത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ വിഗ്രഹത്തിൻ്റെ പീഠം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അന്ന് വരുമ്പോൾ ഇങ്ങനെ ഒരു കിണർ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഇവിടെ കിണർ കുഴിച്ചിട്ട് ഈ കിണറിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ വിഗ്രഹത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കിട്ടിയത്. ആകെ തകർന്ന പൊട്ടിയ വിഗ്രഹമാണ് കിട്ടിയത്. ഇപ്പം നിലവിൽ ആ ഒരു പൊട്ടിയ വിഗ്രഹം തന്നെയാണ് ഇവിടെ ബാലാലയത്തിലേക്ക് വെച്ചിരിക്കുന്ന. അന്ന് കിട്ടിയ വിഗ്രഹം തന്നെയാണ് അത് തന്നെ വെച്ചിരിക്കുന്നത്. പുതിയ വിഗ്രഹം തന്നെയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വെക്കുന്നതല്ലേ. അപ്പോൾ നിലവിൽ ഈ ഒരു കിണർ കുഴിച്ചപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ വിഗ്രഹം, പൊട്ടിയ വിഗ്രഹം തന്നെയാണ് ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇതാണ് ബാലാലയം, ഇവിടെയാണ് പ്രതിഷ്ഠ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് 2ാമത്തെ പ്രതിഷ്ഠാ ദിനമാണ്. ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠേണ്ട 2ാമത്തെ പ്രതിഷ്ഠാ ദിനമാണ്. 2024 ഇവിടെ കിണർ കുഴിച്ചപ്പോൾ ലഭിച്ച വിഗ്രഹം ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠ നടത്തിയത്. അന്നത്തെ ചടങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ചേർക്കുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായും കാണുവാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവർക്കും നമസ്കാരം. കടമയിൽ വന്നിട്ട് ഇതൊക്കെ അങ്ങനെ പറയേണ്ടതെന്ന് വെച്ചില്ല. കാരണം കുറേ ആൾക്കാരോട് ഒരാൾ ഒരേപോലെ പറയുക വിരസാവും എന്ന് തോന്നണം. എങ്കിലും പറഞ്ഞതനുസരിച്ച് എന്തെങ്കിലും 2 വാക്ക് പറയാം. 3-4 കൊല്ലമായിട്ട് ഇവിടെ വരാൻ തുടങ്ങിയത്. അന്ന് കണ്ടേക്കാട്ടിലും അനവധി മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഒന്നും ഇല്ലാത്തവർക്കൊന്നും ഇത്രയും വരെ കിട്ടി. എങ്കിലും അത് പൂർണ്ണമായി എന്ന് പറയാറായില്ല. അതിന് നിരവധി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. അത് പൂർണ്ണമാവണ വരെ എല്ലാവരും അതിനോട് സംവേദിച്ചും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചും ഒക്കെ കൂടുന്നുണ്ടാവുകയാണ്. വളരെ ശക്തികളൊക്കെ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ള ശക്തിയായിട്ട് കുറച്ച് നമ്മുടെ പറമ്പിന്റെ അടുത്ത റോട്ടിൽ ഒരു ട്രാൻസ്ഫോർമർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗമില്ല. ആ ചെയ്തിട്ട് നമുക്ക് ആവശ്യം നമുക്കൊക്കെ താഴെ വരുന്ന രീതിയിലുള്ള ഒരു ഇതായിട്ട് വരും. ആ ദൃശ്യത്തെ കാണിച്ചു തരുന്ന
അപ്പൊ ദൃക്ക് ഉള്ളിലാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കുറച്ച് മാറ്റി പറയണു. ആ ദൃക്ക് ഉള്ളിലാണ്. അപ്പൊ ആ ദൃശ്യം എവിടെ ഉള്ളില്? ആ ദൃശ്യം എവിടെ? ഇപ്പം എവിടെയുള്ളത്? ഉള്ളില്. നമ്മൾ ദൃശ്യത്തിൽ പെട്ടുപോയി. അതാണ് സിനിമ കാണുമ്പോൾ നമ്മൾ പേടിക്കുന്നു, പ്രയാസം തോന്നും. കാരണം നമ്മൾ ഇതുവരെ ഉള്ള സംഭവമേ അല്ല സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പഴയ ക്ഷേത്രം നിന്നിരുന്ന സ്ഥലമാണിത്. ഇതാണ് ബാലാലയം. ഇവിടേക്കാണ് മാറ്റി പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് കേട്ടോ. ഇപ്പം നിലവിൽ ക്ഷേത്രം പുതുക്കി പണിയാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇവർ എനിക്ക് തോന്നുന്നു മറ്റേ പുനരുദ്ധാരണത്തിന് ഫണ്ട് ശേഖരണാർത്ഥം അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ ക്ഷേത്രം ഭാരവാഹികളൊക്കെ ആയിട്ട് സംസാരിച്ച് അവരുടെ ഭാവി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയതാണ് ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ ആദ്യം വന്നതിലും വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. ക്ഷേത്രത്തിന് പ്രതിഷ്ഠ കഴിഞ്ഞു. ഇപ്പോൾ ഭക്തജനങ്ങളൊക്കെ അത്യാവശ്യം വന്നു തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു അല്ലേ? അത്യാവശ്യമല്ല, ഒരുപാട് വരുന്നുണ്ട് അല്ലേ? ഇതിപ്പോൾ രണ്ടാമത്തെ പ്രതിഷ്ഠാ ദിനം രണ്ടാമത്തെ അല്ലേ? 2024 പ്രതിഷ്ഠ ജനുവരി 17-ാം തീയതി. അതെ അതെ അതെ. ഇനിയിപ്പോ എങ്ങനെയാണ് അടുത്ത പരിപാടികൾ? അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് പ്രതിഷ്ഠാദിനായിട്ടല്ല. കാരണം ഇത് പ്രതിഷ്ഠാദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്നാണ് നമ്മുടെ പുലിയന്നൂർ, അതായത് നമ്മുടെ തന്ത്രി തിരുമേനി പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് വിശേഷാൽ പൂജ എന്നുള്ള ധാരണ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ, കാരണം ഇതിപ്പോ തൽക്കാലം നമ്മളൊരു വീട് പണിയുമ്പോൾ തൽക്കാലം ഒരു ഷെഡ് വെക്കില്ലേ, അതിന്റെ അത് വീട്ടു സാധനങ്ങൾ വെക്കുക, അതേപോലെ തൽക്കാലം നമ്മൾ കൊണ്ടുവച്ചിട്ടുള്ളൂ. ഇവിടെ നിന്നിട്ട് നമ്മള് ഒരു പർട്ടിക്കുലർ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ അനുജ്ഞ പറഞ്ഞിട്ടുണ്ട്. 7 വർഷത്തെ ടൈമിന്റെ ഉള്ളിൽ നമ്മൾ ശ്രീകോവിൽ പണിയും. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഇവിടുത്തെ പ്രതിഷ്ഠ എടുത്തിട്ട് നമ്മൾ പുതിയ പ്രതിഷ്ഠയിൽ ആവാഹിച്ച് അവിടെ നമ്മൾ പ്രതിഷ്ഠ നടത്തും. അങ്ങനെയാണ് നമ്മളിത് അന്ന് മുതൽ നമ്മൾ പ്രതിഷ്ഠാദിനം ആചരിക്കും. ഇപ്പൊ നിലവില് ബാലാലയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നത് നമ്മളന്ന് കിണറ്റിൽ കിട്ടിയ വിഗ്രഹത്തിൽ ആദ്യമായിട്ട് നമുക്ക് ഉടലില്ലാത്ത, അതായത് ഉടലില്ലാത്ത ശിരസും അതോടൊപ്പം തന്നെ ശിരസില്ലാത്ത ഉടലാണ് കിട്ടിയത്. അത് കൈമുട്ട് വരെ, അതായത് നമ്മുടെ കാൽമുട്ട് വരെയുള്ളതാണ് കിട്ടിയത്. അതെടുത്ത് നമ്മൾ കിട്ടി. അത് നമ്മുടെ സ്ഥലത്തെ നമ്മുടെ ജ്യോത്സ്യരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ഇളനീർ അഭിഷേകം നടത്തിയിട്ട് നമ്മളിവിടെ വെക്കേണ്ടായി. പിന്നെ നമ്മൾ മാസം തോറും ഓരോ മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ ഇവിടെ നമ്മൾ ഒരു മാസപൂജ നടത്തുകയുണ്ടായി. അങ്ങനെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് നമ്മളെന്നാ ബാലാലയ പ്രതിഷ്ഠ നടത്താമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബാലാലയ പ്രതിഷ്ഠ നടത്തിയത്. അപ്പോൾ ഇവിടെ നമ്മൾ കാര്യമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻവോൾവ് ചെയ്യേണ്ടതെന്ന് തിരുമേനി തന്നെ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഇത് ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ആൾ ഇവിടെ നിന്ന് ചലിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയ്ക്ക് ഭംഗിയായിട്ട് വേണ്ട എന്നുള്ള ഒരു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ, കാരണം നമ്മുടെ ഇവിടുത്തെ പ്രതിഷ്ഠയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. തന്ത്രി തിരുമേനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ പിതാവ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രയും വേഗം, ഇപ്പോൾ നമ്മൾ ഇതിന് ചുറ്റും കിടക്കുന്ന ഭൂമി ഒരു 14 സെന്റ് ഭൂമി ആദ്യം വാങ്ങിക്കുന്നു. പിന്നെ ക്ഷേത്രത്തിന്റെ കെയറോഫിൽ ഒരു 1.5 സെന്റ് ഭൂമി കിടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി പിന്നെ കുറച്ച് ഭൂമി കൂടി ഉണ്ട്, ഇതിന് സപ്പോർട്ട് ചെയ്ത കുറച്ച് ഭൂമി കൂടി ഉണ്ട്. ആദ്യം നമ്മൾ ആ ഭൂമി വാങ്ങിക്കുന്നു. മിക്കവാറും നമ്മൾ ഈ മാസം ലാസ്റ്റ്, ഈ വർഷം ആദ്യം തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് 2026 വർഷത്തിലെ ജനുവരി അല്ലെങ്കിൽ മാക്സിമം ഫെബ്രുവരിയിലോ നമ്മൾ ഇതിൻ്റെ ഭാരവാഹികൾ എല്ലാവരും അതിനു വേണ്ടി അഹോരാത്രം പണിതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫൈനാൻസ് കൺവൈനറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ശ്രീമതി ദാക്ഷായണി ടീച്ചറെയാണ്. അപ്പോൾ ടീച്ചറുടെ നേതൃത്വത്തിലാണ് ഇവരെല്ലാവരും പൈസയുടെ കാര്യങ്ങളും കളക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഭഗവാന്റെ അനുഗ്രഹത്താൽ 46 പൂജയുണ്ടായി. 46 പൂജ. കഴിഞ്ഞ ഞായറാഴ്ച കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ പരിചയമുള്ള ഒരാൾ 1,00,000 ഉറുപ്പിക ഇതിനു വേണ്ടി നമുക്ക് അയച്ചു തന്നു. ഞാൻ പറഞ്ഞ ശ്രീകോവിൽ പണിയുടെ സമയത്ത് മതിയെങ്കിലും അതേപോലെ സ്ഥലം പിടിക്കാൻ ഷോർട്ടേജ് അല്ലേ എന്ന് പറഞ്ഞിട്ട് 1,00,000 ഉറുപ്പിക അയച്ചു തന്നു. അതേപോലെ ഒരുപാട് പേര് നമുക്ക് വളരെ സഹായം നൽകുന്നുണ്ട്. ഒരുപാട് പേര്, എല്ലാവർക്കും ഈ അവസരത്തിൽ അഗാധമായി നന്ദി കൂടെ പറഞ്ഞുകൊള്ളാണ്. നമ്മളിവിടെ ഇതൊക്കെ കഴിഞ്ഞുകൊണ്ടെങ്കിലും പറയാം, ഇത് കഴിഞ്ഞുകൊണ്ടെങ്കിലും കൂടിയിട്ടും നമ്മൾ ആൾക്കാർ വരുന്നതും ആൾക്കാർ അതിലേക്ക് ഇൻവോൾവ് ആവുന്നതും അല്ലെങ്കിൽ അവർ അതിൽ കൂടുതൽ ഇടപെടുന്നതിൻ്റെ പ്രധാന കാരണം ശക്തിയാണത്.
ആരെങ്കിലും ഒരു വഴിപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ശക്തി ശരിക്കും കാണിച്ചു കൊടുക്കണം. ദേവചൈതന്യം എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. അതായത് അവരുടെ ഗ്രഹത്തിലുണ്ടായത് ഈ ധന്വന്തരിയെ സാധാരണ പ്രാർത്ഥിക്കുന്നതും നമ്മൾ ഉപാസിക്കുന്നതും നമ്മൾ വഴിപാടുകൾ ചെയ്യുന്നതും പൊതുവേ രോഗശാന്തിക്കായിട്ടായിരിക്കും. അപ്പോൾ ഈ രോഗശാന്തിയായിട്ട് വരുന്ന ആളുകൾ ഇവിടെ വഴിപാട് ചെയ്ത് അവർ അതിന് വേണ്ട ഫലം പ്രതീക്ഷിക്കുമ്പോൾ അവർക്കത് പെട്ടെന്ന് ക്ഷിപ്രമായിട്ട് അതിനൊരു ഫലം കാണുമ്പോൾ ആളുകൾ പറഞ്ഞറിഞ്ഞാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതും. ഇവിടെ ഞാൻ തന്നെ എത്ര ആൾക്കാർക്കോ പറഞ്ഞു കൊടുത്ത് വന്ന് ചെയ്തിട്ട് അവർക്കൊക്കെ പലർക്കും വളരെ അത്ഭുതമായിട്ടുള്ള രീതിയിൽ അസുഖങ്ങൾ മാറിയുള്ള ചരിത്രങ്ങൾ ഇവിടെയുണ്ട്. ഇത് നല്ലൊരു ക്ഷേത്രമായിട്ട് മാറുമ്പോൾ ഇതിൻ്റെ ആ ചൈതന്യ പ്രഭാവം എന്തായിരിക്കുന്നത് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. അത് വലിയൊരു അത്ഭുതം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. നിലവിലിപ്പോൾ ഇപ്പൊ പൂജയൊക്കെ ഏത് ദിവസങ്ങളിലുള്ളത്? മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ച മാത്രമാണ്, മലയാള മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച മാത്രമാണ് നമ്മളിപ്പോൾ പൂജ നിശ്ചയിച്ചിട്ടുള്ളത്. അത് എല്ലാവർക്കും വരാനുള്ള സൗകര്യത്തിനാണ്. ആ ദിവസം തന്ത്രി വന്ന് തന്ത്രി നിർദ്ദേശത്താൽ ഒരു പൂജ ഇവിടെ ഉണ്ട്. ആ പൂജയ്ക്ക് ആളുകൾ വഴിപാടുകൾ ചെയ്യുന്നു, മാസപൂജയായിട്ട് ചെയ്യണം. അതിൽ നിന്നാണ് ഫലങ്ങൾ ഉണ്ടാവുന്നത്. തന്ത്രി തിരുമേനി പറഞ്ഞതനുസരിച്ച് എല്ലാം അതിൻ്റെ സമയത്ത് നടക്കും എന്നുള്ളതാണ്. അതോടൊപ്പം വേളപ്പറമ്പ് തിരുമേനിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞു. അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ നമ്മളാലാവുന്ന പ്രവൃത്തികൾ ചെയ്യുക. താൻ പാതി ദൈവം പാതി എന്നുള്ള പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭാരവാഹികൾ എല്ലാ കാര്യങ്ങളും അതിൻ്റെ മുറ പോലെ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഈ ക്ഷേത്രത്തിൽ ഒരു ശ്രീകോവിൽ നിർമ്മിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശ്രീകോവിൽ നിർമ്മിച്ച് അതിൽ പ്രതിഷ്ഠ നിർവഹിച്ചതിന് ശേഷം ഇതിന് ചുറ്റുപാടും ശരിക്കും പറഞ്ഞാൽ അന്ന് വേളപ്പറമ്പ് തിരുമേനി പറഞ്ഞത് 1 ഏക്കർ 65 സെൻറ്റ് ഭൂമി ഈ ക്ഷേത്രത്തിൻ്റെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ 1 ഏക്കർ 65 സെൻറ്റ് ഭൂമി അതിൻ്റേതായ രീതിയിൽ നമുക്കത് ലഭിക്കും എന്നും ആണ് നമ്മൾ ഉറച്ച വിശ്വാസം. അത് ഭഗവാൻ ആ സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മൾ ഒരാളിൽ നിന്നും അനർഹമായ രീതിയിൽ ഒരു കാര്യം ചെയ്യാനുള്ള പരിപാടി നമുക്കില്ല. അത് അതിൻ്റെ അർഹിക്കുന്ന രീതി, അതായത് ഭഗവാന് ഒരടി മണ്ണ് എന്നുള്ള ധാരണയിൽ നമ്മൾ ചെയ്യാനാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഇന്ന് രാവിലെ വരെ തന്ത്രി തിരുമേനി വേണ്ടിയിട്ട് പറയേണ്ടായിരുന്നു. അദ്ദേഹം അതിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും നമ്മുടെ മുൻപിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വേളപ്പറമ്പ് തിരുമേനി അദ്ദേഹമാണ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ഈ 2 തിരുമേനിമാരും കൂടിയിട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതിപ്പം നിലവിൽ എത്രയും പെട്ടെന്ന് ശ്രീകോവിലിന്റെ പണി തുടങ്ങാനാണ് തീരുമാനം. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എത്ര നാൾ കൊണ്ട് തീർക്കാനാണ് അനുജ്ഞ വന്നിരിക്കുന്നത്? അനുജ്ഞ പറഞ്ഞിരിക്കുന്നത് നമ്മൾ 24-ലാണ് അനുജ്ഞ പറഞ്ഞിരിക്കണേ. 7 കൊല്ലത്തിനാണ് നമ്മൾ പറഞ്ഞിരിക്കണത്. അപ്പോൾ നമ്മൾ ഈ 2031 കൂടിയിട്ട് നമ്മൾ അത് തീർക്കാമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പ്രതിഷ്ഠ നടത്തണം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മോനേട്ടൻ പറഞ്ഞതുപോലെ വളരെ എന്താ പറയുക, സജീവമായിട്ട് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇനിയും കൂടുതൽ, അതായത് ഒരു എന്താ പറയുക, മഹാക്ഷേത്രം എന്നുള്ളതാണ് പ്രശ്നത്തിലായാലും അല്ലെങ്കിൽ നമ്മുടെ ശില്പി വരച്ചു തന്നതായാലും ഒരു മഹാക്ഷേത്രമാണ്. അപ്പോൾ അതിലേക്ക് ഭക്തജനങ്ങളുടെ ഉദാരമായ സംഭാവനകൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇവിടെ മണ്ണുത്തി കനറ ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്. അക്കൗണ്ട് ഡീറ്റെയിൽസ് താഴെ കൊടുക്കും. ആ അക്കൗണ്ടിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ധന്വന്തരി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം വളരെ ശരിയായ കാര്യങ്ങളാണ് എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ പല ദൂരദിക്കുകളിൽ നിന്ന് പോലും ഭക്തർ വന്ന് അവരുടെ അസുഖങ്ങൾ മാറിപ്പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഭജനയ്ക്ക് ഇരിക്കുകയും അതുപോലെ തന്നെ പറന്നിറക്കിയ വഴിപാടുകൾ ചെയ്യുക, അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും അസുഖങ്ങൾ മാറിയെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് നമുക്ക് കമ്മിറ്റി അംഗങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം. പിന്നെ ഇവിടുത്തെ കാര്യം അന്നദാനം ഒരിക്കലും ഇവിടെ നിന്നു പോയില്ല. അന്നദാനം എന്ന് പറയുമ്പോഴേക്കും ആൾക്കാർ പല ഭാഗത്തു നിന്ന്, നമ്മുടെ വിദേശത്തു നിന്ന് പോലും ആൾക്കാർ ധനസഹായമായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് 1.5 കോടി രൂപയാണ് ഇപ്പോൾ ഈ ഇതിൻ്റെ നിർമ്മാണത്തിന് വരിക, മെയിൻ നമ്മുടെ ധന്വന്തരിമൂർത്തിയുടെ ക്ഷേത്രത്തിന്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാ വിഭാഗ ജനങ്ങളിൽ നിന്നിട്ടും നമുക്ക് സഹായങ്ങൾ വേണ്ടി വരും. ഇപ്പോൾ നമ്മൾ 5 ദേശങ്ങളാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് മഹാക്ഷേത്രമായിട്ട് മാറുമ്പോൾ ലോകത്തിൻ്റെ തന്നെ ക്ഷേത്രമായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ആ ക്ഷേത്രത്തിൻ്റെ ലെവലിലേക്ക് വരണമെങ്കിൽ നമുക്ക് എല്ലാ വിഭാഗ ജനങ്ങളിൽ നിന്നും 1 രൂപയെങ്കിലും കിട്ടണം. അപ്പോഴാണ് ഇതിന് വലിയൊരു ഇതായിട്ട് മാറുള്ളൂ. അപ്പോൾ എല്ലാവിധ സഹായങ്ങളും ഇതുപോലെ കിട്ടുന്നുണ്ട്, ഇനിയും കിട്ടണം. ജനങ്ങളിലേക്ക് ഈ നമ്മുടെ ധന്വന്തരി ഭഗവാന്റെ ശക്തിയെ പറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയും നമ്മൾ അറിയിക്കുകയും വേണം. അതിന് യൂട്യൂബറായ നിങ്ങൾ
ആദ്യം നമുക്ക് 2 യൂട്യൂബിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇതുപോലെയുള്ളത് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരമുണ്ട്. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മോഹനേട്ടൻ, ജ്യോത്സ്യർ, അതുപോലെ നമ്മുടെ വൈസ് പ്രസിഡന്റ് രാജേട്ടൻ, ട്രഷറർ പ്രമോദ്, എല്ലാവരും പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എനിക്കും പറയാനുള്ളത്. പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നുമില്ല. പിന്നെ 30 ഞായറാഴ്ച നമ്മുടെ ഇവിടെ പൂജ പതിവ്. ഓരോ ദിവസം ഓരോ മാസങ്ങൾ ചെല്ലുന്തോറും ഭക്തജനങ്ങൾ കണ്ടമാനം ഏറി വരികയാണ്. ഇപ്പോൾ സാധാരണ മുൻ മാസങ്ങളിലൊക്കെ നമുക്കൊരു 6-7 മാക്സിമം അത്ര വരെ നമുക്ക് പൂജ കിട്ടാറില്ല. ഇത്തവണ നമുക്ക് 46 പൂജയാണ് കിട്ടിയത്. അപ്പോൾ നല്ലൊരു സഹകരണം ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കൂട്ടായ്മയാണ് ഈ ദേശത്ത്. ഒരു കുടുംബം പോലെയാണ് കഴിയുന്നത്, മനസ്സിലായി. അപ്പം അങ്ങനെ ഒരു നല്ല രീതിയിലാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇനി അങ്ങേപോലെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹകരിച്ചതിലും അതുപോലെ എല്ലാവിധ ഭഗവാന്റെ കടാക്ഷങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രത്യേകമായിട്ട് ഇപ്പോൾ ഒന്നും പറയാനില്ല, കാരണം ഞങ്ങളുടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാലും ഞാൻ ഇവിടുത്തെ മാതൃസമിതിയുടെ പ്രസിഡന്റാണ്. മാത്രമല്ല ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ മൊത്തം ഫൈനാൻസ് കൺവീനറാണ്. ഒരു റിട്ടയർഡ് HM ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ആത്മാർത്ഥമായ നേതൃത്വം കൊടുക്കാൻ ഭഗവാൻ സഹായിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം. മാത്രമല്ല ഇവിടുത്തെ മാതൃസമിതിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇവിടെ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും ഞങ്ങൾ ഒരു കൂട്ടായിട്ട് എന്ത് പറഞ്ഞാലും അതിനോട് സഹകരിക്കുന്ന നല്ലൊരു വനിതാ ടീം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അതിന് നേതൃത്വം കൊടുക്കാറുണ്ട് ഞാനാണെങ്കിലും ഞാൻ ഒന്നും ചെയ്യുമെങ്കിലും ഞാൻ നിന്ന് പറയുള്ളൂ. പക്ഷെ അതിനോട് യോജിക്കുന്ന നല്ലൊരു വിഭാഗം വനിതകളുണ്ട്. അപ്പം ഇന്ന് തന്നെ ഇപ്പോൾ അവിടെ ഇന്നലെ കലവറ ശേഖരണം ഉണ്ടെന്ന് പറഞ്ഞാൽ 3 ദിവസം കലവറ, 2 ദിവസം ആകുമ്പോഴേക്കും ഞങ്ങൾ വെച്ച പാത്രങ്ങളൊക്കെ നിറഞ്ഞു. ഇന്നലെ വീണ്ടും വേറെ പാത്രം വെച്ചു. ഞാൻ ആദ്യമായിട്ട് തന്നെ ഒരു ശകരിയാണ് ഭഗവാന് സമർപ്പിച്ചത്. അത് നമുക്ക് പ്രധാനമാണല്ലോ. അപ്പോൾ അത് കാരണം നല്ലൊരു എന്താ പറയുക, ജനങ്ങളുടെ ഭക്തജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഇങ്ങോട്ട് ചോദിച്ചു വരുന്നൊരു അനുഭവമാണ് ഞങ്ങൾക്ക് കണ്ടുവരുന്നത്. ഈ നമസ്കാരം. എനിക്ക് പ്രത്യേകമായിട്ട് പറയണേക്കാൾ ഉപരിയായിട്ട് ഒരു നിമിത്തം പോലെയാണ് ഞാൻ ഈ ഇതിലേക്ക് എത്തിയത്. നല്ലങ്കര ദുർഗാവതി ക്ഷേത്രത്തിലെ മാനേജറാണ്. അവിടുത്തെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമ്മളുടെ ഇവിടുത്തെ എല്ലാ പ്രവർത്തകരോടും ഒപ്പം എല്ലാ പ്രവൃത്തികൾക്കും ഞങ്ങൾ കൂടെയുണ്ട്. അവിടുത്തെ എല്ലാ പുരോഗതി പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ സാമ്പത്തികമായ കാര്യങ്ങളിലും എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് അതിനുവേണ്ട പല വിധത്തിലുള്ളതായ സഹകരണങ്ങളും ഞങ്ങളിൽ നിന്നുണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് 2 കൊല്ലത്തിനുള്ളിൽ ഇവരെല്ലാവരും പറഞ്ഞതുപോലെ ശ്രീകോവിലൂടെ ഉയരും, പണി നടക്കും എന്ന ആത്മവിശ്വാസത്തോടെ ഭഗവാന്റെ സഹായത്തോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്തായാലും എത്രയും പെട്ടെന്ന് ശ്രീകോവിലിൻ്റെ പണിയൊക്കെ നടന്ന് പ്രതിഷ്ഠ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ മണ്ണുത്തി കാനറ ബാങ്കിലാണ് ഇവരുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്, ധന്വന്തരി മൂർത്തിയുടെ. അപ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ താഴെ വീഡിയോയുടെ താഴെ വെച്ചേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് സംഭാവന ചെയ്യാൻ താല്പര്യമുള്ള ഭക്തർക്കൊക്കെ സംഭാവന ചെയ്യാവുന്നതാണ്. ഇവരുടെ നമ്പറും കൊടുത്തേക്കാം, നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ നിലവിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ക്ഷേത്രം നിന്നിരുന്ന സ്ഥലമാണ്. ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് പുതുക്കി പണിയാനുള്ള ഒരു തീരുമാനത്തിൽ വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞൊരു ബാലാലയത്തിലേക്ക് ഇവിടേക്കാണ് മാറ്റി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ഷേത്രം പുനർനിർമ്മിക്കാനുള്ള ഫണ്ട് സമാഹരണത്തിന് വേണ്ടിയിട്ട് ഇവർ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യേണ്ട അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ നെല്ലങ്കരയിലുള്ള ധന്വന്തരി മൂർത്തി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ, അതായത് വിഗ്രഹം കിട്ടിയ കിണറിൽ നിന്ന് കിട്ടിയ വിഗ്രഹം ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചതിൻ്റെ 2ാമത്തെ വർഷമാണത്. നിലവിലുള്ള ക്ഷേത്രത്തിൻ്റെ അവസ്ഥയും കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. നേരത്തെ പറഞ്ഞൊരു ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക്, സംഭാവന ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ അക്കൗണ്ട് ഡീറ്റെയിൽസിലേക്ക് അവർക്ക് ഫണ്ട് അയക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സഹായവും പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും കോപം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ ദേവ ചൈതന്യത്തിന്റെ കോപമല്ല, നമ്മളുടെ ചൈതന്യമൂർത്തിയായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മൾ തെറ്റിദ്ധരിച്ച് പല ജ്യോത്സ്യന്മാരും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷേത്രം നമ്മൾ ഇവിടെ ഉണ്ട് എന്നുകൊണ്ട് ഇവിടെ അതിൽ നശിച്ചു കിടക്കുന്നുണ്ട് എന്നുകൊണ്ട് അതിനെ അത് പുനരുദ്ധരിക്കാൻ പുറപ്പെടുക. പലവിധ കാരണങ്ങളെ കൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഇവിടെ നമ്മൾ ഒരു ക്ഷേത്രം കണ്ട് പലരും ഇവിടെ എന്തിനാണ് പല വിഷമങ്ങളുള്ള ആൾക്കാർക്കൊക്കെ തൊട്ട് അടുത്തുള്ള ആൾക്കാർക്ക് ഉണ്ടായി. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു
ക്ഷേത്രം ഇവിടെ ഉള്ളത് കണ്ടെത്തി അത് പുനരുദ്ധരിക്കണം എന്ന് ചിലർ ശ്രമിക്കുന്നുണ്ടായി. അപ്പൊ പലരും ചോദിച്ചു എന്നോട്, എന്തുകൊണ്ടാണ് ഒരു ക്ഷേത്രം ഒരു നാടിന്റെ ഒക്കെ അനുഗ്രഹത്തിനായിട്ടാണല്ലോ ഉണ്ടാവേണ്ടത് ദേവന്? അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ ഉണ്ടാവുന്ന ചൈതന്യത്തിന് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇവിടെ അനുഗ്രഹമായിരിക്കേണ്ട ഒരു ചൈതന്യം പലർക്കും പല വിഷമതകളും ഉണ്ടാക്കുമോ? അപ്പൊ എന്തുകൊണ്ട് അത് നമ്മള് ശ്രദ്ധിക്കേണ്ട. ഒരു ക്ഷേത്രം നമ്മള് പണിതു വരുമ്പോ അവിടെ ആ ചൈതന്യത്തിനെ അവിടെ പ്രതിഷ്ഠിച്ച് നമുക്ക് ആവശ്യമുള്ള ചൈതന്യത്തിനെ, ഒരു വിരാട് സ്വരൂപമായിട്ടുള്ള ഒരു ചൈതന്യമാണ്. വിരാട് സ്വരൂപം എന്ന് വെച്ചാൽ എന്തെന്ന് ഇല്ലാത്തൊരു ചൈതന്യം. പലവിധ ചൈതന്യങ്ങളെ കൂട്ടി ഉള്ള ഒരു ചൈതന്യം. ഇപ്പോൾ നമ്മുടെ ഉദാഹരണത്തിന് പറയും, നമുക്ക് എല്ലാ കിട്ടുന്ന ചൈതന്യം എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് അനുഭവമായിട്ട് സൂര്യന്റെ പ്രകാശമാണ്. ഈ സൂര്യന്റെ പ്രകാശത്തിൽ കിട്ടുന്ന ചൈതന്യമാണ് ഈ ലോകം മുഴുവനുള്ളത്. നമുക്ക് കിട്ടുന്ന ഊർജം മുഴുവൻ ഇത് പല വിധത്തിലും നമ്മൾ ഇലക്ട്രിസിറ്റി ആയിട്ട് ഒരു തരത്തിൽ ഉപയോഗിക്കണം. നമ്മൾ വേറെ തരത്തിൽ നമ്മൾ മറ്റേ മോട്ടറിൽ ഈ ഇലക്ട്രിസിറ്റി കടത്തി വിട്ടുണ്ടെങ്കിൽ മോട്ടറും കൂടെ വേറൊരു തരത്തിലാണ്, ഫാനിൽ കൂടെ വേറൊരു തരത്തിലാണ് നമുക്ക് അതിന്റെ ഉപയോഗം ഉണ്ടാവുന്നത്. ഇങ്ങനെ പല വിധത്തിലാണ് നമുക്ക് ഈ ഊർജങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. ഈ സൂര്യപ്രകാശം സസ്യങ്ങളിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭക്ഷണ രൂപത്തിൽ നമുക്ക് കിട്ടുന്നു. ഇങ്ങനെ പല വിധത്തിലുള്ള ഊർജങ്ങൾ ഒരേ സാധനം തന്നെ നമുക്ക് പല വിധത്തിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതുപോലെയാണ് നമ്മളിപ്പോ ഒരു വിരാട് സ്വരൂപമായിട്ടുള്ള ചൈതന്യത്തിനെ, എന്തെന്ന് നിശ്ചയില്ലാത്ത ആ ചൈതന്യത്തിനെ നമ്മൾ വെവ്വേറെ ഉപാധികളിലൂടെ, അത് ഒന്ന് മഹാവിഷ്ണുവായിട്ട് നമുക്കൊരു തരത്തിൽ കിട്ടുന്നു, വേറെ തരത്തിൽ ശൈവ ചൈതന്യമായിട്ട് കിട്ടുന്നു, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, ഗണപതി, ഇങ്ങനെ വെവ്വേറെ രീതിയിലുള്ള നമ്മൾ ഉപാധിക്കുകയാണ്. ഒരു ചൈതന്യത്തിനെയാണ് ഇതാകുന്നത്. അത് നമുക്കിപ്പോ കിട്ടുന്നത് നമുക്ക് ഈ ഗണപതി രൂപത്തിലാണ് നമുക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആരാധിക്കണം, അത്രേ ഉള്ളൂ എന്നർത്ഥം. അപ്പൊ ഈ ചൈതന്യം നമുക്ക് ഉപദ്രവമായിട്ട് വരുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ഇലക്ട്രിസിറ്റിയുടെ ഉദാഹരണം പറഞ്ഞല്ലോ, നമുക്ക് ഒരു ഉദാഹരണം അതിനെ സാധനം നശിക്കണേ അങ്ങനെ നശിക്കണേനെ നമ്മൾ പുനരുദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ പലവിധ ക്രിയകളെ കൊണ്ട് ആ ക്രിയകളാണ് ഇപ്പൊ നമ്മളിങ്ങനെ ഓരോ കൊല്ലമായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലവിധ അതിന് പല ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടത്തിന്റെ ഓരോ ആദ്യമായിട്ട് നമ്മളിവിടെ എടുത്തു വെച്ചു. ഈ പഴയ ഉള്ള ഉപാധികളിൽ വെച്ചിട്ട് നമുക്ക് കിട്ടാവുന്ന ഉപാധികളായിട്ടുള്ള കുഴിച്ചിട്ടപ്പോൾ ഒരു ബിംബം കിട്ടി. ആ പഴയ ഉപാധികൾ പ്രതിഷ്ഠിച്ച് ഇനി നമ്മൾ പുതിയ അമ്പലം ഉണ്ടാക്കി അതിലേക്ക് പ്രതിഷ്ഠിക്കുന്ന വരെ നമ്മൾ ഈ പ്രവർത്തനങ്ങൾ തുടർന്ന് പോകണം എന്നർത്ഥം. എന്നാൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലേണ്ടേ ഉള്ളൂ. അപ്പോൾ അതിനെ പരമാവധി ഭക്തജനങ്ങളും നാട്ടുകാരും പിന്നെ ഇവിടെ അടുത്തുള്ളവരും എൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥന്മാരായിട്ടുള്ള ആൾക്കാരും ഈ സ്ഥലത്തിൻ്റെ ഒക്കെ ആൾക്കാരും സഹകരിച്ചാൽ മാത്രമേ ഇതൊക്കെ നടത്തുള്ളൂ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നല്ല പുനഃപുനരുദ്ധന്യമാന താരഭ്യം ഉത്തമ ഗുണ എന്ന പരിത്യജന്തി എന്ന് പറയാറുണ്ട്. എന്നുവെച്ചാൽ 3 വിധത്തിലുള്ള ആൾക്കാരാണ് ഇത്ര ഉള്ളത്. മറ്റേ ഉത്തമ ഗുണങ്ങളുള്ളത്, മധ്യമ ഗുണങ്ങളുള്ളത്, നീച ഗുണങ്ങളുള്ളത്. അതായത് ഈ നീച ഗുണങ്ങളുള്ള പ്രാരബ്ധതയെ നീചന്മാരായിട്ടുള്ള ആൾക്കാര് വിഘ്നഭയം ഹേതുവായിട്ട് തുടങ്ങിയില്ല. എന്തെങ്കിലും കാര്യം നമ്മൾ വേണമെന്ന് വെച്ചാൽ അത് തുടങ്ങിയില്ല. ഈ രണ്ടാമത്തെ ആൾക്കാർ എങ്ങനെയാ വെച്ചാൽ മധ്യമന്മാരായിട്ടുള്ള ആൾക്കാര്, അവരെങ്ങനെയാ വെച്ചാൽ പ്രാരബ്ധ്യ വിഘ്നവിഹിത വിരമന്തി മധ്യന്മാരായിട്ടുള്ള മധ്യമ ഗുണങ്ങളുള്ള ആൾക്കാര് എന്തെങ്കിലും തുടങ്ങിയാൽ എന്തെങ്കിലും ഒന്ന് വരണ വരെ വരും. വന്നാൽ പിന്നെന്താ അതുണ്ടല്ലോ നമ്മൾ വേണ്ടല്ലോ എന്നുള്ളൊരു ഭാവം അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കും. എവിടെയെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ ആ ഘട്ടത്തിൽ പിന്നെ അങ്ങോട്ട് പോകാൻ ഊർജ്ജമില്ലാണ്ട് അത് അവസാനിപ്പിക്കും. എന്നാൽ ഉത്തമന്മാരായിട്ടുള്ള ആൾക്കാരെങ്ങനെയാ വെച്ചാൽ ഇതിനൊക്കെ മറികടന്ന് വീണ്ടും പ്രതിഹന്യമാന അതിനൊക്കെ നമ്മൾ പകഞ്ഞു മാറ്റി അതിൻ്റെയൊക്കെ പ്രയാസങ്ങളൊക്കെ നീക്കി ഉത്തമ ഗുണ വരുത്തിയ ഒരു ഭ്രമം അവർക്ക് വരുത്തിയില്ല. ഏറ്റവും
എന്താ വേണ്ട നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ് അത് ഉദ്ദേശിച്ച സ്ഥലത്ത് ഉദ്ദേശിച്ച പോലെ ഉദ്ദേശിച്ച കാര്യം ചെയ്തിട്ട് മാത്രമേ അവർ പിന്തിരിയുള്ളൂ. അപ്പം നമ്മളൊക്കെ ഉത്തമന്മാരായിട്ടിരിക്കുക, എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്